നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ധൈര്യത്തോടെ മുന്നോട്ട് നടക്കണം. കേസ് കൊടുത്തേ പറ്റൂ. നമുക്ക് നിരഞ്ജനോടൊന്ന് ചോദിക്കാം. വേണ്ട, എല്ലാ കാര്യത്തിലും അങ്ങനെ മരുമാനം വലിച്ചിടാൻ പറ്റത്തില്ല. നമ്മൾ അവനെ അല്ലാതെ വേറെ ആരെയും ആശ്രയിക്കുക ശങ്കരേട്ടാ. ഇപ്പൊ തന്നെ മരുമാൻ അവിടെ ആശുപത്രിയിൽ കൂടുതൽ പ്രശ്നമുണ്ട്. കൊലപാതക കേസ്, ചെക്ക് കേസ്, ഊട്ടിപ്പോയി ആസ്പത്രിയുടെ കേസ്. പുതിയ ക്ലിനിക്ക് തുടങ്ങാൻ പറ്റുമോന്ന് സംശയം. അതിനിടയ്ക്ക് എൻ്റെ മോളായിട്ട് വരുത്തി വെച്ച പ്രശ്നത്തിന് ഇനി എങ്ങനെ അവനെ ബുദ്ധിമുട്ടിക്കുന്നത്? നമ്മളെങ്കിലും കുറച്ച് മനുഷ്യത്വം അവനോട് കാണിക്കണ്ടേ? ഇത് ഞാനായിട്ട് തന്നെ നേരിട്ടോളാം. പേടിച്ചും ഭയന്നും അവന് ജീവിക്കാൻ പറ്റില്ലല്ലോ. നാട്ടുകാരൊക്കെ അറിഞ്ഞാ വീണ്ടും നാണക്കേടാവില്ലേ? എന്ത് നാണക്കേട് പെങ്ങളെ? ആകെ നനഞ്ഞാ പിന്നെ കുളിരില്ലല്ലോ. നാട്ടുകാർക്കും പോലീസിനൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ ഒരു തമാശയാണ്. അതൊന്നും ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല. ശത്രുക്കൾ നമ്മൾക്കെതിരെ കളിച്ച അതേ രീതിയിൽ നമ്മളും തിരിച്ചടിക്കും. അതിനെന്റെ മോളെന്റെ കൂടെ നിന്നാൽ മാത്രം മതി. ഞാൻ അച്ഛന്റെ കൂടെ തന്നെ ഉണ്ട്. എനിക്ക് പറ്റിപ്പോയ തെറ്റിന് ദിവസവും 1000 തവണയെങ്കിലും അച്ഛനോട് മനസ്സുകൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നുണ്ട്. അതൊന്നും വേണ്ട മോളെ. മനുഷ്യ ജീവിതമല്ലേ, കാലെന്ന് തെറ്റിയ ചെളിയിൽ വീഴും. പക്ഷേ നിന്റെ അവസ്ഥ മറ്റൊരു പെൺകുട്ടിക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്. പണ്ട് അച്ഛൻ്റെ കൈവിരൽ പിടിച്ച് പിച്ച വെച്ച് നടന്നതുപോലെ മുറുകെ പിടിച്ചങ്ങ് നടന്നാൽ മതി. ബാക്കി എന്ത് വേണമെന്ന് ഈ സാമ്പ്രാണിക്കൊടി ശങ്കരനറിയാം. ശരവണനും ശരത്തും.